കർക്കിടക മാസം അവസാനിക്കാനായപ്പോഴാണ് കേട്ടോ എനിക്ക് ശ്രീരാമസ്വാമിയുടെ അമ്പലത്തിൽ പോകാനുള്ളൊരു യോഗം കിട്ടിയത്. വേറെ എവിടെയല്ല, തിരുവില്ലാമലയുള്ള വില്വാദ്രിനാഥൻ ക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങൾ ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത്. കാലത്ത് 6:00 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ 8 മണിയായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് മുല്ലപ്പൂക്കെ ആയിട്ട് വാങ്ങി തന്നു. അപ്പോൾ എന്താ തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 അമ്പലമായിട്ട് ഈ ഒരു അമ്പലത്തിന് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു അത്രേ. അപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് പിന്നെ ചുറ്റുവട്ടത്ത് വേറെ ഏതോ 2 അമ്പലം കൂടെ ഉണ്ട്. അവിടെയും പോയി കഴിഞ്ഞാൽ 4 അമ്പല ദർശനം ആവും എന്ന് പറഞ്ഞു. ഇവിടെ ശ്രീരാമസ്വാമി, ലക്ഷ്മണൻ, അതുപോലെ ഹനുമാൻ, അയ്യപ്പൻ, ഇങ്ങനെ കുറച്ച് പേരാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങളവിടെ 8 മണിക്ക് എത്തിയെങ്കിലും കൂടി നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ക്യൂവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ ക്യൂ ഒക്കെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തൊഴുതിറങ്ങി. അവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വഴിപാട് ഇങ്ങനെ നമ്മളെടുത്ത് വന്നിട്ട് പറയുകയാണ്, ഇന്ന വഴിപാട് ചെയ്തോളൂ, ഇന്ന വഴിപാട് ചെയ്തോളൂ വെച്ചിട്ട്. നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട വഴിപാടല്ലേ നമ്മൾ ചെയ്യുക, ഒരാൾ പറഞ്ഞിട്ടല്ലല്ലോ. പേര് പോലെ തന്നെ കുറച്ചൊരു മലയുടെ മേലെയായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നോക്കിയപ്പോൾ അയ്യപ്പസ്വാമിയുടെ അമ്പലം ഉള്ളത് ആ അമ്പലത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ്. അത്യാവശ്യം ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട്. ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷേ നല്ല കുത്തനെയായിരുന്നു കേട്ടോ. നമുക്കൊരു സപ്പോർട്ട് വേണം പിടിച്ച് ഇറങ്ങണം എന്നുണ്ടെങ്കിലൊക്കെ. അപ്പോൾ നല്ല രസമുള്ളൊരു സ്പോട്ടായിരുന്നു. നല്ല കാലത്തായതുകൊണ്ട് നല്ല സമാധാനവും മഞ്ഞും ഒക്കെ ആയിട്ട്. അതിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു ആലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അമ്പലത്തിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കഴിക്കാൻ നിന്നില്ല കേട്ടോ. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് തൊഴുത് ഇറങ്ങിയതിന് ശേഷം പുറത്തെത്തിയപ്പോൾ അവിടെ ചുക്ക് കാപ്പി കൊടുക്കുന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ ആ ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പിന്നെ അപ്പൂവിന് വിശക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8:30 9 മണി ആയപ്പോഴാണ് 9 മണി 9:30 ആയപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത്. അമ്പലത്തിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ നട എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു നമ്മളെ ശ്രീകൃഷ്ണൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തിങ്ങനെ കുറേ മീനുകളെ വളർത്തിയിട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുവിധം പോപ്പുലർ ആയിട്ടുള്ളൊരു അമ്പലമാണ്. ഈ പാപനാശിനിയൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നു ഈ അമ്പലത്തിലാണ്. ഞാൻ ആരോ പറഞ്ഞു കേട്ടുള്ളൊരു അറിവാണ്, എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചുക്ക് കാപ്പിയില്ലേ, അതാണ് ഇട്ടത്. നമുക്ക് ആ നേരത്ത് വെറും വയറ്റിലാവൂടെ, അതായത് ഒന്നും കഴിക്കാതല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ തൊട്ട് ഓപ്പോസിറ്റുള്ളൊരു കടയിൽ കയറിയിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ ഉഴുന്നുവടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും അപ്പോൾ ഒരു ഉഴുന്നുവട കഴിച്ചു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങളൊരു 10:30 ആയപ്പോൾ 10:30 10:15 ആയപ്പോൾ അവിടുന്ന് ഞങ്ങൾ തിരിച്ചു. അപ്പോൾ ഒരു ഓട്ടോയിലാണ് ഞങ്ങൾ തിരുവില്ലാമല സ്റ്റാൻഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചേട്ടൻ വേറെ അമ്പലത്തിലേക്ക് പോകണോ ചോദിച്ചു. അപ്പോൾ എങ്ങോട്ടും ഇല്ല, ഞാൻ നേരെ വീട്ടിലേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയുള്ള അമ്പലത്തിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അമ്പലത്തിൽ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.